Welcome, we welcome. Vimala Kindergarten welcomes you. Good evening to one and all present here. Welcome to the most awaited celebration of the year. Vimala also 2K25. Coming together is a beginning. Keeping together is a progress. Working together is success. 1 year past, giving a handful of memory to all of us. As we are gathered here to celebrate our 20th annual day, we, the Vimala family, welcome you all to the glorious celebration. Vimala is our 2K25. ഇന്ന് വിമല കിൻഡർഗാർട്ടന്റെ ഉത്സവമാണ്. ഞങ്ങൾ വിമല കുഞ്ഞുങ്ങളുടെ ഉത്സവം. ചിരിക്കുന്ന മുഖവുമായി ഞങ്ങളുടെ പപ്പയും മമ്മിയും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പ്രോഗ്രാമിന്റെ അവസാനം വരെ എല്ലാവരും ഉണ്ടാവണം കേട്ടോ. ഓക്കേ, ലെറ്റ്സ് സെലിബ്രേറ്റ്. As we gather here today, let the spirit of love and gratitude fill our hearts through this beautiful prayer song. May I invite our school team for the prayer song. Thank you, children, for the beautiful prayer. I am very happy and proud to welcome Reverend Sister Devotia CMC, our local manager, to officially welcome everyone to Vimala 2K25. Sister, please. Good evening to all. Chief guest of the day, Professor Dr. Aisen B. Vachipurakkal. President of the day, Reverend Sister Glory CMC. Education Counselor, Pavanatma Province, Kodamangalam. Reverend Father Thomas Velanguparayil, Vicar, Vijnanamata Church, Todupuzha. Reverend Sister Visitation CMC, School Director. Reverend Sister Elias CMC, School Principal. Reverend Sister Rose Matthew CMC, Headmistress. Dr. Ajoke Jose, PTA President. School leaders, Master Joan Abraham Steve,
Kumari Krista Maria Sebu, dear loving parents, beloved teachers, dear sisters, my dear little kids, our neighbors and well-wishers. ഇന്ന് വിമല കിൻഡർ ഗാർഡനെ സംബന്ധിച്ച് ഉത്സവ ദിനമാണ്. വിമലോത്സവ 2K25 എന്ന പേരിൽ ആനുവൽ ഡേ ആഘോഷിക്കുന്ന സുന്ദര സുദിനം. പിഞ്ചു കുഞ്ഞുങ്ങളുടെ 28ാമത്തെ ഒത്തുചേരലാണ് ഇതെന്ന് നമുക്കറിയാം. ഇൻവിറ്റേഷൻ കാർഡ് ശ്രദ്ധിച്ചവർക്ക് വ്യത്യസ്തമായ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രകടനം, അതായത് ഗൂഗിൾ, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവ ഐഫോണിൽ തെളിയുന്ന ഡിസൈനിലാണ് കാർഡ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വണ്ടർ വേൾഡിൽ നിന്ന് വരുന്ന ലൂണിയും വിമല കുട്ടികളെ കാണാൻ എത്തുന്ന കാഴ്ച നമുക്ക് കാത്തിരിക്കാം. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയരുന്ന ആധുനിക സംവിധാനങ്ങളുടെ ഭാഗമായി വിമല കിൻഡർ ഗാർഡനും ഉയരുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് അനുമോദിക്കാം. മാതാപിതാക്കളും മക്കളും ഗുരുഭൂതരും സ്നേഹിതരും ഒത്തുചേരുന്ന ഒരു സ്നേഹ കൂട്ടായ്മയാണ് ഇവിടെ കാണുക. ഈ നല്ല ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. CMCയുടെ സ്ഥാപക പിതാവായ വിശുദ്ധ ചവറ പിതാവിൽ നിന്നും ഏറ്റുവാങ്ങിയ വിജ്ഞാന ദീപമാണ് ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ CMC തനയർ പങ്കുവയ്ക്കുന്നത്. ജ്ഞാനകുരുടത്വം ഇല്ലാതാക്കി മൂല്യ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിൽ വിമല കിൻഡർ ഗാർഡനും മുൻപന്തിയിലാണ്. പാഠ്യവിഷയങ്ങളോടൊപ്പം കലാ കായിക മേഖലയിലും പരിശീലനം ലഭിച്ച് ബി ലൈറ്റ്സ് ടു ലൈറ്റ് അതേഴ്സ് എന്ന മുദ്രാവാക്യവുമായി വിമല കിൻഡർ ഗാർഡൻ തലയുയർത്തി നിൽക്കുന്നത് ഏവർക്കും അഭിമാനമാണ്. ഈ വിധത്തിൽ മൂല്യബോധനം നൽകുന്ന ഹെഡ്മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ റോസ് മാത്യുവിൻ്റെയും ടീം അംഗങ്ങളുടെയും എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. പ്രിയപ്പെട്ടവരെ, സ്കൂൾ ആരംഭ ദിവസങ്ങളിൽ മാതാപിതാക്കളുടെ കൈകളിൽ നിന്നും ഏറ്റുവാങ്ങിയ കരയുന്ന, വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളല്ല ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവിടെ ഇരിക്കുക. ആടാനും പാടാനും കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പരസ്പരം മത്സരിക്കുന്ന ഒരു പറ്റം കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങൾ ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്കും ഭാവി ഭാരതം രൂപം കൊള്ളുന്ന വിമലയുടെ ക്ലാസ് മുറികളിലൂടെ തുടക്കം കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ രംഗം ഏറ്റവും മെച്ചപ്പെട്ടതും നവീനവും ആക്കുവാൻ അത്യധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് റവറൻഡ് സിസ്റ്റർ ഗ്ലോറി CMC. പാവനാത്മ പ്രൊവിൻസിൻ്റെ വിഗർ പ്രൊവിൻഷ്യൽ എഡ്യൂക്കേഷൻ കൗൺസിലർ എന്ന നിലകളിൽ നിന്നുകൊണ്ട് പ്രൊവിൻസിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് വിലയിരുത്തി വേണ്ട പ്രോത്സാഹനങ്ങളും സഹായ സഹകരണവും നൽകുന്നതിൽ സിസ്റ്റർ ഗ്ലോറി എന്നും ഉത്സുകയാണ്. സിസ്റ്റർ ഗ്ലോറി മലയാളം അധ്യാപികയായി കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലും വാഴക്കുളം TTIയിലും ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ സിസ്റ്ററിൻ്റെ അനുഭവ സമ്പത്ത് ഞങ്ങളുടെ എല്ലാ സ്കൂളുകൾക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇവിടുത്തെ കോൺവെൻറ്റിൻ്റെ മദർ സുപ്പീരിയറായും നമ്മുടെ ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജറായും സിസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ ടീച്ചേഴ്സിന് ഒരു മാർഗരേഖ എന്ന നിലയിൽ ആചാര്യവീതിയിൽ എന്ന ഗ്രന്ഥം രചിക്കുകയും എല്ലാ അധ്യാപകർക്കും അത് സംലഭ്യമാക്കുകയും ചെയ്തു എന്നത് അഭിനന്ദനാർഹമാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ദിനപത്രങ്ങളിലും പ്രചോദനാത്മകമായ ലേഖനങ്ങൾ എഴുതി
സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ സിസ്റ്റർ ബദ്ധശ്രദ്ധയാണ്. സിസ്റ്റർ ആധ്യാത്മിക രംഗത്ത് യുവജനങ്ങളെ പ്രചോദിപ്പിക്കാനും അവരെ നന്മയുടെ പാതയിൽ നയിക്കുവാനും എപ്പോഴും സഹായിക്കുന്ന വ്യക്തി കൂടിയാണ്. CRI പോലുള്ള സഭാ സംബന്ധമായ കാര്യങ്ങളിലും സിസ്റ്ററിൻ്റെ നേതൃത്വ പാഠവും ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് നല്ല സന്ദേശം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഗ്ലോറിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. വിമലോത്സവം 2K25 ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിൽ ഒന്നായ മാന്നാനം KE കോളേജിൻ്റെ അമരക്കാരനായ പ്രൊഫസർ ഡോക്ടർ ഐസൻ വി വാഞ്ചിപ്പുരയ്ക്കലാണ്. ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദാനന്ത ബിരുദവും ഡൽഹി IITയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി അധ്യാപന രംഗത്തേക്ക് കടന്നു വരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ദൈവ അനുഗ്രഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം വഴി ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒന്നിനും സമയം തികയുന്നില്ല എന്ന് വാദിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മാന്നാനം KE കോളേജ് പ്രിൻസിപ്പൽ എന്നത് കൂടാതെ MG യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ, മൗലാന അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ നിലകളിലും തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നത് പ്രശംസാർഹമാണ്. ഈ കാലയളവിൽ ഏകദേശം 21 ഇൻ്റർനാഷണൽ ജേർണലുകളും 11ഓളം പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിവിധ കോളേജുകളിൽ റിസോഴ്സ് പേഴ്സണായി സേവനം ചെയ്യുന്ന അദ്ദേഹം വിവിധ അംഗീകാരങ്ങൾക്കും അവാർഡുകൾക്കും അർഹനായിട്ടുണ്ട്. തൻ്റെ കൈകളിലൂടെ കടന്നുപോകുന്ന യുവതലമുറയെ ആത്മീയമായി വളർത്തുന്നതിനും ഉന്നതമായ ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കുന്നതിനും ഇനിയും ഐസക് സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായി കർമ്മകുശലതയും കാര്യപ്രാപ്തിയും ഒത്തിണങ്ങിയ ഇടയ ശ്രേഷ്ഠൻ നമ്മുടെ വിജ്ഞാനമാത ഇടവകയുടെ വികാരിയായ റവറൻഡ് ഫാദർ തോമസ് വിലങ്ങുപാറയിലാണ്. അച്ഛൻ്റെ സാന്നിധ്യവും സംസാരവും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും പ്രദാനം ചെയ്യുന്നുണ്ട്. LLB പാസ്സായ അച്ഛൻ കാനൻ ലോയിൽ ബിരുദാനന്തര ബിരുദവും നേടി ഇപ്പോൾ വികാരി സ്ഥാനത്തോടൊപ്പം സഭാ കോടതിയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതോടൊപ്പം തൊടുപുഴ മുട്ടം കോടതിയിലും അഡ്വക്കേറ്റായി ജോലി ചെയ്യുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് വിവേകത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി അടുക്കും ചിട്ടയുമായി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന അച്ഛൻ വിമല പബ്ലിക് സ്കൂളിൻ്റെ KG സെക്ഷൻ മുതൽ +2 വരെ ഉള്ള കുട്ടികളുടെ ആത്മീയ കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യം കാട്ടുന്ന ഒരു ആളാണ്. മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ ഈ അക്കാഡമിക് ഇയറിലൊക്കെ അച്ഛൻ വളർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന ചൊല്ലിത്തരികയും കുട്ടികൾക്ക് നല്ല സന്ദേശങ്ങളൊക്കെ നൽകുകയും ഒക്കെ ചെയ്ത് ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്നതാണ് നമ്മുടെ വികാരി അച്ഛൻ. ഇവയെല്ലാം നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി നമ്മുടെ വികാരി അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ സ്കൂളിൻ്റെ നന്മ മുൻപിൽ കണ്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും നമ്മുടെ കൂടെയായിരിക്കുന്ന വ്യക്തിയാണ് റവറൻഡ് സിസ്റ്റർ വിസിറ്റേഷൻ CMC. ഈ KG സെഷൻ്റെ
വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സിസ്റ്റർ കാണിക്കുന്ന സന്മനസ്സിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിമലയാകുന്ന നൗകയെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ തൻ്റെ കഴിവും ആരോഗ്യവും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയാണ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ്. വിമല ഈ നാടിൻ്റെ തന്നെ അഭിമാനമായി ഉയർന്നു നിൽക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ എലൈസിൻ്റെ നേതൃത്വ പാഠവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ KG സെഷൻ്റെ വളർച്ചയിലും പ്രവർത്തനങ്ങളിലും അകമഴിഞ്ഞ സഹകരണങ്ങൾ നൽകുന്ന റവറൻഡ് സിസ്റ്റർ എലൈസിനെ ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വിമല കിൻഡർ ഗാർഡൻ്റെ അമരക്കാരിയായി നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സർവോന്മുഖമായ വളർച്ചയെ ലക്ഷ്യം വെച്ച് മുന്നേറുന്ന നമ്മുടെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ് മാത്യുവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി നോക്കിക്കണ്ട് എപ്പോഴും സഹായ സഹകരണങ്ങളുമായി എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ഡോക്ടർ അജോ കെ ജോസിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രത്യേകമായി സ്കൂൾ ലീഡേഴ്സ്, സ്കൂൾ ഹെഡ് ബോയ് എന്ന പദവി അലങ്കരിക്കുന്ന മാസ്റ്റർ ജോൻ എബ്രാം സ്റ്റീവിനും കുമാരി ക്രിസ്റ്റ മരിയ സെബുവിനും വിമലോത്സവ 2K25 സ്വാഗതം. വിമലയുടെ മുറ്റം ഇന്ന് സന്തോഷഭരിതമാണ്. വർണ്ണശബളമായ ഈ ആഘോഷത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് സ്കൂളുകളിൽ ഇനി ചേർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് സ്കൂളിലെ പ്രിൻസിപ്പൽസ്, ഫാദേഴ്സ്, സിസ്റ്റേഴ്സ്, മാതാപിതാക്കൾ, അഭ്യുദയകാംക്ഷികൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, അയൽക്കാർ, കുട്ടികൾ, ഇവിടുത്തെ അധ്യാപകർ എല്ലാവർക്കും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ നടപ്പെട്ട് വിമലയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമാക്കപ്പെടുന്ന ഈ വിദ്യാലയം ഇനിയും ഉയരങ്ങളിൽ കീഴടക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. We are so happy to welcome our beloved sister Devotia, local manager, to the grand celebration of Vimalotsav 2K25. Hearty welcome, dear sister Devotia. Thank you, Sister Devotia, for your kind words of welcome. Vimala Kindergarten has taken a step forward in this academic year. Now it is my honor to invite our beloved headmistress, Reverend Sister Rose Matthew, to present the annual report. Sister, please. Happy evening to all. On behalf of Vimala Kindergarten, it is my absolute honor and privilege to extend a heartfelt welcome to all of you. We are deeply grateful for your presence here today as we gathered to reflect on the achievements and milestones of the past academic year. Honorable Chief Guest of the Day, Professor Dr. Aisen V. Vanchipurikal, Principal, KE College, Mandanam. President of the Day, Reverend Sister Glory CMC, Education Counselor,
Pavanalma Province, Kodamangalam. Reverend Father Thomas Vilangabari, Vigar, Vijnana Mother Church, Todupuzha. Our local manager, Reverend Sister Devotia, CMC. School Director, Reverend Sister Visitation, CMC. Our school principal, Reverend Sister Elise, CMC. PTA President, Dr. Ajoke Jos. Other dignitaries on the dais, fathers, sisters, parent community, invite guests, teachers, and my beloved students. I am happy to present the annual report which highlights the significant achievements and events of the academic year 2024-25, showcasing the growth and development of our students and the collective efforts of the staff, parents, and management. May I request your kind attention to the LED wall for the cinematic presentation of annual report. Vimala Kindergarten is my home, where I learn to live and to love. It was very beautiful to see children holding the hands of their parents and coming to the schoolyard in the new academic year. These are the pillars of Vimala Kindergarten under the leadership of Sister Rose Matthew, headmistress. The teachers of Vimala disguise themselves as teachers when teaching children, as mothers when children cry, and as friends when children play. When they are all joined together, Vimala becomes a beautiful home for the children. School blessing. School blessing was done at the beginning of the academic year. Vimala Kindergarten always gives importance to the all-round development of children. Teachers impart education to children with all modern possibilities, especially in academic matters. Classes and seminars are organized for teachers at regular intervals to keep themselves updated as the world updates. Seminars are organized for parents to make them aware about child education. At regular intervals, the authorities visit the school and evaluate the activities and give necessary suggestions. Morning assembly and other exercise help the children to be energetic throughout the day.
programs conducted along with studies increase interest in learning among children. Exams are conducted at regular intervals to assess the academic quality of children, and A-star awards are given to those who get full marks in all subjects. Various kinds of arts and sports competitions were organized to discover and encourage the arts and sports passions of children. Vimala students thoroughly enjoyed their tour with friends and teachers. Celebrations are always a charm for children, and they will totally celebrate it.
കണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ വിമല. കളിയും ചിരിയും ആട്ടവും പാട്ടും ഒക്കെയായി ഈ അക്ഷരമുറ്റത്ത് ഞങ്ങൾ പാറി പറന്ന് നടക്കുകയാണ്. എന്തിന്? ടു ബി ലൈറ്റ്, ടു ലൈറ്റ് others. I extend my sincere thanks to our parents and well-wishers for supporting us through their valuable words and presence. As we conclude this academic year, we reflect on the achievements, challenges, and memorable moments that have shaped our journey. This annual report is testament to the collective efforts of the entire school community. We look forward to another year of growth, learning, and success. Submission. Through the divine hands of Mother Mary, our patroness, I submit this annual report for the year 2024-25. May this evening bring you peace, joy, and relaxation after the beautiful day. Wishing everyone wonderful and refreshing time ahead. Thank you. Wow, thematic presentation of annual report was super. Let Vimla shine again and again. Thank you, dear sister. We have an eminent person with us today. Professor Aisen Vanjipurikil, Principal KE College, Mananam, our chief guest today. It's my pleasure to invite Isaac sir to light the lamp and deliver inaugural address. Sir, please. കേരളത്തിന്റെ അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന മാന്നാനം കുന്നിൽ KE കോളേജിന്റെ അമരക്കാരനായി നിൽക്കുന്ന പ്രൊഫസർ ഡോക്ടർ ഐസൺ വി വാഞ്ചിപ്പുരയ്ക്കൽ ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി പാലാ സെന്റ് തോമസ് കോളേജിലെ അധ്യാപന ജീവിതത്തിൽ നിന്നും മാന്നാനം കോളേജിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് യുവതലമുറയുടെ ഉണർവും ശക്തിയുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. MG യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ, മൗലാന അബ്ദുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ എന്നീ നിലകളിലും തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഇതുവരെ ഏകദേശം 21ഓളം ഇന്റർനാഷണൽ ജേണലുകളും 11ഓളം പുസ്തകങ്ങളും ശാസ്ത്രമേഖലയിൽ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദൈവത്തിന്റെ കൃപകളെ നന്ദിയോടെ നോക്കിക്കാണുന്ന ഒരു അനുഗ്രഹീത കലാകാരൻ കൂടിയാണ് ശ്രീ ഐസൺ സാർ. സ്നേഹം നിറഞ്ഞ ഐസൺ സാറിന് വിമലോത്സവ 2K25 സ്നേഹസ്വാഗതം. असतो मा सद्गमया तमसो मा ज्योतिर्गमया मृत्योर्मा अमृतं गमया. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന റവറൻഡ് സിസ്റ്റർ ഗ്ലോറി CMC, എഡ്യൂക്കേഷൻ കൗൺസിലർ, പാവനാത്മ പ്രൊവിൻസ് കോതമംഗലം, സ്കൂൾ ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ റോസ് മാത്യു CMC, യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന റവറൻഡ് ഫാദർ തോമസ് വിലങ്ങുപാറയിൽ, സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായ ഡോക്ടർ അജോ കെ ജോസ്, ബഹുമാനരായ സിസ്റ്റേഴ്സ് ഓൺ ദ സ്റ്റേജ്, സ്കൂൾ ലീഡേഴ്സ്, സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ എലൈസ് CMC, ബഹുമാനരായ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ,
അനധ്യാപകരെ, പ്രിയമുള്ള നാട്ടുകാർ, വളരെ കോരിത്തരിപ്പിക്കുന്ന രീതിയിലായിരുന്നു സ്കൂളിൻ്റെ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടത്. ഒരു വർഷത്തെ മൊത്തം ആക്ടിവിറ്റീസിൻ്റെ ഒരു സംഗ്രഹമായിരുന്നു നമ്മൾ കണ്ടത്. ഈ സ്ക്രീനിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുവാനും ഒന്ന് അയവിറക്കുവാനും അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുവാനും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നല്ല തീരുമാനങ്ങളിലേക്ക് പോകുവാനും സ്കൂളിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുമൊക്കെയുള്ള നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും സ്കൂളിൻ്റെ ആനുവൽ ഡേ. ഈ ഒരു ആനുവൽ ഡേയിൽ എന്നെയും കൂടി അതിൻ്റെ ഭാഗമാക്കിയതിന് ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ റോസ് മാത്യു CMCയോടുള്ള പ്രത്യേകമായ നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. അക്കൂട്ടത്തിൽ തന്നെ ഞാൻ ഇവിടെ വരാനുള്ള കാരണക്കാരനായത് നിങ്ങളുടെ പ്രിയപ്പെട്ട സജോ സാറാണ്. സജോ സാറാണ് ആദ്യം എന്നോട് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞതും പിന്നീട് സാറ് ഈ ഒരു പ്രോസസ്സിൽ ഉടനീളം എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. എൻ്റെ നല്ല ഒരു സുഹൃത്താണ് സജോ സാറ്. സജോ സാറ് ഈ സ്കൂളിന് ഒരു വലിയ ഭാഗ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാറവിടെ എവിടെയെങ്കിലും കാണും. സാറിനെ ഞാൻ കാണുന്നില്ല. ഇതിന് കഴിഞ്ഞതിന് ശേഷം കാണാം എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ആനുവൽ ഡേയിൽ നമ്മുടെ ഈ പ്രസംഗങ്ങളെക്കാളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ എന്നാൽ വലിയ പ്രോഗ്രാമുകൾ കാണാനാണ് എന്ന് തന്നെ എനിക്കറിയാം. അതിനാൽ തന്നെ ഒരു നീണ്ട പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. എങ്കിലും ചില ചെറിയ കാര്യങ്ങൾ, ചെറിയ ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സിസ്റ്റർ ഏതോ ഒരു സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കരഞ്ഞുകൊണ്ട് വന്ന കുട്ടികളുടെ കാര്യമൊക്കെ. ഒരു KG സ്കൂളിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ഒരു കരഞ്ഞ് അമ്മയുടെ ദേഹത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് വരുന്ന ഒരു കുട്ടി വളരെ സന്തോഷത്തോടുകൂടി സ്കൂളിലേക്ക് വരികയും വീട് പോലെ തന്നെ ഇഷ്ടപ്പെട്ട് സ്കൂളിലിരിക്കുകയും സന്തോഷത്തിൽ നടക്കുകയും അതിനിടയിൽ ആനന്ദിക്കുകയും അല്പസ്വല്പം കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു KG സ്കൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം വലിയ ഒരു നേട്ടങ്ങളൊന്നും ഒരു KG സ്കൂളിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് അവരുടെ വളർന്നു വരുന്ന സമയത്തായതുകൊണ്ട് തന്നെ അതിലെ ഓരോ നിമിഷങ്ങളും വളരെ പ്രയോജനപ്പെട്ടത് തന്നെയാണ്. അതിനെല്ലാം വലിയ പങ്കുണ്ട് ആ കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ. ഞാനിപ്പം ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഇവിടെ ഈ KG സ്കൂളിലെ അധ്യാപകർ ഈ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ട് എന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഞാനൊക്കെ ചെയ്യുന്ന ജോലിയുടെ എത്രയോ ഇരട്ടി, എത്രയോ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഒരു KG സ്കൂളിലെ ടീച്ചേഴ്സ് ചെയ്യുന്നത്. കാരണം കുട്ടികൾ പറഞ്ഞാൽ പൊതുവെ അനുസരിക്കുവാൻ ബുദ്ധിമുട്ട്, പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, പല സ്വഭാവമുള്ള കുട്ടികൾ, കാലം മുന്നോട്ട് പോകുന്തോറും പ്രത്യേക സ്വഭാവമുള്ള കുട്ടികൾ. ഈ കുട്ടികളിൽ നിന്നെല്ലാം ഒരു പ്രത്യേകിച്ച് പരാതിയൊന്നും ഉണ്ടാകാതെ, അവരുടെ പേരൻസിൽ നിന്നും പരാതിയൊക്കെ ഉണ്ടാകാതെ ഈ പ്രോഗ്രാമുകളൊക്കെ ഇത്രയും നല്ല രീതിയിൽ നടത്തിയെടുക്കുക, അത് വിജയകരമായ രീതിയിൽ എത്തിക്കുക, അവസാനം നിങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ഇവിടെ ആയിരിക്കാൻ സാധിക്കുക. ഇതെല്ലാം പറയുന്നത് ഈ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരുടെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാം നേട്ടങ്ങൾ തന്നെയാണ്. തീർച്ചയായും അവരെ എല്ലാം അനുമോദിക്കുവാൻ വേണ്ടി ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. കാരണം അവരെല്ലാം ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നതാണ് ഈ കുട്ടികളുടെ എല്ലാം സ്വഭാവം പലപ്പോഴും നല്ല രീതിയിൽ രൂപപ്പെടുത്തുവാനായിട്ട് ഒത്തിരി കാരണമാകുന്നത്. അതിനേക്കാൾ ഉപരിയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ പങ്കെന്ന് പറയുന്നത്. എന്നും നിങ്ങളുടെ കുട്ടികളുടെ എല്ലാം ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. നമ്മൾക്ക് ഈ കുട്ടികളുടെ ജീവിതത്തിൽ
ചെലുത്തുവാൻ പറ്റുന്ന സ്വാധീനമൊന്നും ഈ ടീച്ചേഴ്സിനൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ടീച്ചർ തീർച്ചയായിട്ടും മാതാപിതാക്കൾ തന്നെയാണ്. ആ കുട്ടികൾ നമ്മുടെ വീട്ടിൽ കാണുന്നതും കേൾക്കുന്നതും അവർ അനുഭവിക്കുന്നതും എല്ലാമാണ് ആ കുട്ടികൾക്ക് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നല്ല ഒരു ഹാർമണി നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഒരിക്കലും കൈവിട്ട് പോകത്തില്ല. നമ്മൾ കൈവിട്ട് പോയി എന്ന് കരുതുന്ന സമയത്ത് പോലും ആ കുട്ടികൾ വേണ്ട രീതിയിൽ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ വെക്കണം. കാരണം അതാണ് കുട്ടികൾക്ക് പലപ്പോഴും ഒരു മുതൽക്കൂട്ടായിട്ട് വരിക. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഒരു 10-15 വയസ്സിന് ശേഷം നമ്മുടെ കൂടെ ഒന്നുമില്ല. നമുക്കെന്നും ഒരിക്കലും എല്ലാ കാലത്തും അവരുടെ പുറകെ നടക്കാൻ പറ്റത്തില്ല. നമുക്ക് അവരെക്കുറിച്ച് ഒത്തിരി ആകുലതകളും എല്ലാം ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ കുട്ടികൾ എന്നും നമ്മളിൽ നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കുട്ടികൾ എന്നും എല്ലാ കാലത്തും ഒന്നും നമ്മളോട് പറയുന്ന ഒന്നും പൂർണ്ണമായിട്ടും നേരായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ വിചാരിക്കും ഇവർ പറയുന്ന എല്ലാം നേരാണെന്ന്. ഒരിക്കലുമല്ല. പക്ഷേ അവർ എവിടെയെങ്കിലും വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി എത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കുറിച്ചിടണം. നല്ല മൂല്യങ്ങൾ, മോറൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം കുറിച്ചിടേണ്ട, കാണിച്ചു കൊടുക്കേണ്ട പ്രായമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ. ഈ KG ക്ലാസ്സിൽ, ഈ വളർന്നു വരുന്ന ഈ ബഡ്ഡിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അവർക്കതെന്നും ഉപയോഗത്തിൽ കൊള്ളും. ഇപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു 3 കുട്ടികളുടെ പിതാവാണ് ഞാൻ. എനിക്കും ഇതുപോലെ തന്നെ ഈ KG ക്ലാസ് എല്ലാം കഴിഞ്ഞു പോയ 3 കുട്ടികളുണ്ട്. പെറ്റുള്ള ആളിപ്പോൾ 4ാം ക്ലാസ്സിലായി. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു വിവാഹ ജീവിതം ഒക്കെ തുടങ്ങി ആദ്യം സ്റ്റെപ്പുകളിലാണ് നമ്മളൊരു ജോലിയൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നു. അതിനുശേഷം ഒരു ലോണൊക്കെ എടുത്ത് നമ്മളൊരു വീടൊക്കെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ജോലി ഒന്ന് സ്ഥിരമാകുന്നതും ഈ ലോണുകളൊന്ന് അടയ്ക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. നമുക്കറിയാം, ഈ സമയത്താണ് നമ്മുടെ കുട്ടികൾ വളർന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എല്ലാം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഈ തിരക്കിനിടയ്ക്ക് അതിൽ കുട്ടികൾക്ക് കിട്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറേയെങ്കിലും ഈ കുട്ടികൾ കണ്ട് ശീലിക്കും. തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മറന്നു പോകരാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ തിരക്കുകളൊക്കെ ഒന്ന് ലൂസായി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയൊക്കെ ഒന്ന് സ്ഥിരമായി, നമ്മുടെ ലോണൊക്കെ ഒന്ന് അടഞ്ഞു തീർന്നു, ഈ സമയമാകുമ്പോഴേ കുട്ടികൾ നമ്മൾ 15-20 വയസ്സായി മുന്നോട്ട് പോയി. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നതാണ് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ആ സമയത്ത് കൊടുക്കുവാൻ സാധിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ 2ാമത്തെ കൊച്ചിനെ ഈ പാലാ കാർമൽ സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടി കൊണ്ടുപോയി വിട്ടപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച ഇതാണ്. അതായത് സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു 9:15 കുട്ടീനെ സ്കൂളിൽ എത്തിച്ചു വിടണം. അപ്പം ഞാൻ അവനെ റോഡിൽ ഇറക്കി, നീ അങ്ങോട്ട് കടന്നു പൊക്കോ എന്ന് പറഞ്ഞു വിട്ടു. അന്നേരം ഏകദേശം ഒരു 100ഓളം പേരൻസ് ആ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കുട്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ടെൻഷൻസ് മുഴുവൻ ഈ മാതാപിതാക്കളുടെ മുഖത്തെല്ലാം കാണാം. ഈ കുട്ടി പഠിക്കുമോ, കുട്ടി പരീക്ഷയ്ക്ക് മുമ്പ് അവിടെ നിന്ന് അവൻ വീണ്ടും റിവൈസ് ചെയ്യുമോ, ഇവൻ നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുമോ, അവൻ വല്ലതൊക്കെ മറന്നു പോകുമോ, ആ ഒരു ആകാംക്ഷയെല്ലാം നമ്മൾ ആ പേരൻസിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളെല്ലാം നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഒത്തിരി ഇങ്ങനെ ആശങ്കപ്പെടുന്നവർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരെങ്കിലും കണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഈ ഫേസ്ബുക്കിലൊക്കെ വളരെ വൈറലായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ചെന്നൈയിലെ ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ ഈ കുട്ടികളെ അകത്ത് കയറിപ്പോയതിന് ശേഷം ആ സ്കൂളിൻ്റെ മതിലിൻ്റെ മുകളിൽ കൂടി എത്തി നോക്കുന്ന 1-2 പേരൻസിൻ്റെ ഫോട്ടോ. അതിനകത്ത് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നതിനാണ് ടെലസ്കോപ്പിക് പേരൻറ്റിങ് എന്നാണ്. ടെലസ്കോപ്പിക് പേരൻറ്റിങ്. എന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ തിരിവുകളിലും അവർ പോകുന്ന വഴിക്കെല്ലാം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പോകുന്ന ഓരോ വഴികളിലും നടന്ന് കറക്റ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ പറയും നമ്മുടെ ഇഷ്ടം പോലെ തന്നെ അവർ ആകണം എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതിനൊക്കെ ഒരു ലിമിറ്റ് നമ്മൾ കൊടുക്കണം.
നമ്മൾ കുട്ടികളെ വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ വളരുവാനാണോ നമ്മൾ ശ്രമിക്കുന്നത്, അതോ നമ്മൾ വിചാരിക്കുന്ന വരയിൽ കൂടെ നടത്തുവാനാണോ നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പക്ഷികൾ മരച്ചില്ലയിലൊക്കെ വന്നിരിക്കുന്ന കാണാറുണ്ട്. ഈ പക്ഷി ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കുന്നത് ഒരിക്കലും ആ ചില്ലയിൽ ഉള്ള വിശ്വാസം കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടുള്ള വിശ്വാസമാണ്? ആ പക്ഷി ചില്ലയിലിരിക്കുന്നത് അത് ചിലപ്പോൾ ഉണങ്ങിയ കമ്പാവാം, ആ ഇരിക്കാനുള്ളൊരു സ്ട്രെങ്ത് ഉള്ളൊരു കമ്പാകണം നിർബന്ധമില്ല, ചിലപ്പോൾ അത് നല്ല ബലമുള്ള കമ്പാകാം. പക്ഷേ ഇതിലൊന്നും വിശ്വസിച്ചിട്ടല്ല ഒരിക്കലും ഈ പക്ഷി ആ മരത്തിൻ്റെ ചില്ലയിൽ വന്നിരിക്കുന്നത്. പക്ഷി ആ ചില്ലയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ചിറകിലുള്ള വിശ്വാസം കൊണ്ടാണ്. പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അവരുടെ ചിറകിലുള്ള വിശ്വാസം തിരിച്ചറിയുവാനാണ്. നമ്മൾ ഒരിക്കലും കുട്ടികളുടെ പുറകെ നടന്ന് പ്രഷർ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് പകരം അവരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, അവരിലുള്ള കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുവാനാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നതും, നമ്മൾ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതും അവരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ, പിന്നെ കുട്ടികൾ പോകേണ്ട പോലെ പൊക്കോളും, അവർ വളരേണ്ട പോലെ വളർന്നോളും, അവർ വിജയികളാവും. നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ അവരെ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കുട്ടികൾ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് പോലും നമുക്ക് പലപ്പോഴും സംശയമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബൈബിളിൽ ഈ യൗസപിതാവും മാതാവും യേശു ക്രിസ്തുവും കൂടി പള്ളിയിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ആ പള്ളിയിൽ വെച്ച് യേശുവിനെ കാണാതാകുന്ന ഒരു ഭാഗമുണ്ട്, എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പം ഈ കൊച്ചു ബാലൻ യേശുവിനെ കാണാതായി കഴിയുമ്പോഴത്തേക്ക് യൗസപിതാവും മാതാവും ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് അതിലെല്ലാം കടങ്ങി നടക്കുന്നുണ്ട്. അതിനുശേഷം എവിടെയോ വെച്ചിട്ട് ഈ യേശു ക്രിസ്തുവിനെ കണ്ടു നിർത്തുന്നുണ്ട്, ബാലൻ യേശുവിനെ കണ്ടു കിട്ടുന്നുണ്ട്. അന്നേരത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യത്തോടു കൂടി യേശുവിനോട് ചോദിച്ചു, നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞങ്ങളിവിടെയല്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോണുണ്ട്, അന്ന് ഈ ഫോണും സാധനങ്ങളൊന്നുമില്ല. നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചറിയാമോ എന്ന് ഈ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയത്തില്ലേ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളും ചോദിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു വരാൻ പലപ്പോഴും അവർ മാതാപിതാക്കന്മാരെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. ദിസ് ഈസ് മൈ ബിസിനസ്, ഞാൻ അതിൽ ഇൻവോൾവ് ആണ്, അതുകൊണ്ട് ഡു നോട്ട് ഡിസ്റ്റർബ്. ഈ കുട്ടികളെല്ലാം വലിയവരായി കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും അവർ പറയുന്ന ഒരു സെൻറ്റൻസ്, ഞാൻ ഉൾപ്പെടെ കേട്ട് തുടങ്ങിയിരിക്കുന്ന സെൻറ്റൻസാണിത്, ഐ ആം എൻഗേജ്ഡ് ഇൻ മൈ ബിസിനസ്. അതുകൊണ്ട് അങ്ങനെ ഒരു ലോകത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ബൈബിളിനത് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് കുട്ടികൾ ബോധേഡല്ല. അതിനുശേഷം പറയുന്നുണ്ട്, അതിനുശേഷം അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു എന്നും കൂടെ ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ അത് പിള്ളേർ നോട്ട് ചെയ്യല. പിള്ളേരെൻ്റെ ആദ്യത്തെ ഭാഗമുള്ളൂ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതനാണ്, അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട, ബാക്കി ഭാഗം പിള്ളേർ മറന്നു കളയും. പിള്ളേർ വേണ്ട ലോജിക്ക് മാത്രം പെറുക്കിയെടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ മിടുക്കരാണ്. ഇന്നത്തെ കുട്ടികളെല്ലാം ലോജിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. നമുക്ക് പലപ്പോഴും ആ ലോജിക്കുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുകയുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മൾ കുട്ടികൾക്ക് ചെറിയ നല്ല ചിന്തകൾ, കുറച്ച് മോറൽ വാല്യൂസ്, എത്തിക്കലായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഈ കുഞ്ഞുനാളിൽ വിടുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ അതിനുള്ളൊരു ഹാർമണി നമ്മുടെ മാതാപിതാക്കൾ തമ്മിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളെക്കുറിച്ച് വിഷമിക്കേണ്ടി വരികയില്ല. ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായതുകൊണ്ട് ഞാൻ പറയുകയാണ്, പലപ്പോഴും എൻ്റെ സമീപത്ത് ഒത്തിരി കുട്ടികൾ ഒത്തിരി പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും മനസ്സിലാകുന്ന കാര്യം ഇതൊക്കെയാണ്. ഈ കുട്ടികളുടെയൊക്കെ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ പറയുന്നത് നീറുന്നതാണ്. ഒന്നെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പേരൻസ്, അല്ലെങ്കിൽ ഒരാൾ മാത്രമുള്ള കേസ്, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നിൽക്കുന്ന ഈ കുട്ടി ഇത്രയൊക്കെ ആയല്ലോ എന്നും പറഞ്ഞ് അവസാനം അവർക്ക് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വിടാറുണ്ട്.
അങ്ങനത്തെ സാഹചര്യങ്ങളിലുള്ള ഒത്തിരി കുട്ടികളൊക്കെ നമ്മുടെ കോളേജുകളിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്രയും അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ആ സ്നേഹം കുറച്ചും കൂടെ നല്ല രീതിയിലാകട്ടെ. നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം, അതാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. അവൻ നമ്മളെല്ലാം, അല്ലെ ആ കൊച്ച്, അല്ലെ ആ പെങ്കൊച്ച്, ഇവരെല്ലാം നമ്മളെല്ലാം നോക്കിയാണ് ശരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും ഭാവിയിൽ ഒരു ലൈസൻസായിട്ട് മാറരുത്. നല്ലത് തന്നെ കണ്ടുപിടിച്ച കുട്ടികൾ പോലും പല സമയത്ത് പലത് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പോൾ അല്ലാത്ത സിറ്റുവേഷനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഞാൻ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള നന്ദിയും കൂടി ഞാൻ അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ലത് കൊടുക്കാം, നല്ലത് കാണിച്ചു കൊടുക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കുട്ടികളെല്ലാം 100 മേനിയും 60 മേനിയും 30 മേനിയും ഒക്കെ കൊയ്യുന്നവർ ആവാം. അങ്ങനെ ആകട്ടെ. ഈ സ്കൂള് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. അതിനുള്ള എല്ലാ സ്പന്ദനങ്ങളും ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം. നല്ലൊരു ലീഡർഷിപ്പ് ഇവിടെ ഉണ്ട്, നല്ല അധ്യാപകർ ഇവിടെയുണ്ട്, നല്ല മാതാപിതാക്കൾ, സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കൾ ഇതുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്തൊക്കെയാണ് വേണ്ടേ? വേറെ ഒന്നും ആവശ്യമില്ല. ഈ സ്കൂള് കൂടുതൽ ഉയരത്തിലേക്ക് കുതിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, dear Aishan sir. Now we have Master Vedic Agil with a beautiful song. Please put your hands together to invite for a song. Let's enjoy our voice. അങ്ങവാരക്കൂടിലെ അമ്പിളിക്കരയ്ക്കുള്ളിലെ ചോരക്കൺമുയൽ ഇങ്ങുനീരത്തുഴത്തിലെ നീൽപ്പരപ്പിൽ മിതലിടും അമ്പിളിക്കരയ്ക്കുള്ളിലെ ആമക്കുഞ്ഞന് ആമക്കുറുമ്പനെന്ന നെഞ്ചത്ത് വിറ്റില് ചെല്ലുകുമ തലി വലിഞ്ഞു കയറി ദൂരത്തിൽ ലെങ്ങ് പതുങ്ങിയല്ലോ താരക്കൂടിക്കുള്ളൂടെ ചരിതം വിറ്റില് ചെല്ലത്തിലോ ഭൂമിയെ പടി മൂടും അത്രയൻ വെറ്റിലയിട്ട് വെക്കാൻ മുന്നിലം വാവി കഥ കേട്ട് മാറി ചൂടിൽ ഉറങ്ങ് പൊന്നി തലരാതിയൂമിൽ ചിരിയൂടി കുഞ്ചി കളിയാടി വളരെ വളരെ
നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ മാറ്റിത്തരും. നീന്നും മുന്നിൽ തെളിഞ്ഞു വരും. നീ മരുത്തനുണ്ട് പണ്ടൊരു കണക്കി മാറ്റിത്തരും. ഭാവി കഥ കേട്ട് മെല്ലെ നീതി കൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് ഉണ്ണി തളരാതി ചിരിയോടെ കുഞ്ചി കളിയാടി വളരെ വളരെ ഉയർന്നവാ ഉയർന്നവാ കഥകളിൽ ഒരച്ചുവാ ഉയർന്നവാ ഉയർന്നവാ ഉലകിലെ ജയിച്ചുവാ. Thank you, Ritik, for the sweet song. It is my privilege to invite Reverend Sister Glory Sims, Education Counselor, Ramnathma, Province Kodamangalam, for the presidential address. Sister, please. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായ ഐസൻ സർ, വിലങ്ങുപാറയിലച്ചൻ, ഡോക്ടർ അജോ കെ ജോസ്, ഞങ്ങളുടെ പ്രിയമുള്ള ഡിവോഷ്യാമ്മ, സിസ്റ്റർ റോസ് മാത്യു, സിസ്റ്റർ എലൈസ്, സിസ്റ്റർ വിസിറ്റേഷൻ, ദെൻ മറ്റ് വിശിഷ്ട അതിഥികളെ, ഉപാസനയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, സ്കൂൾ ലീഡേഴ്സായി ഇവിടെ വേദി സന്നിഹിതരായിരിക്കുന്ന കുഞ്ഞുമക്കളെ, 28ാമത് വാർഷിക ആഘോഷത്തിൻ്റെ കേളികൊട്ടുയരുന്ന വിമല കിൻഡർ ഗാർഡൻ ഈ തൊടുപുഴ നഗരത്തിൻ്റെ തന്നെ രോമാഞ്ചമാണ് എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. ഈ നഗരത്തിൻ്റെ തിലകക്കുറിയായി വിരാജിക്കുന്ന ഈ അക്ഷരജനനിയുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന എത്രയോ കുഞ്ഞുമക്കൾ ഇന്ന് നാടിനും സമൂഹത്തിനും വിദേശങ്ങൾക്കുമെല്ലാം അനുഗ്രഹ സാന്നിധ്യമായി കർമ്മമണ്ഡലങ്ങളെ ദീപ്തമാക്കുന്നു. എൻ്റെ സ്വരത്തിന് അല്പം കുഴപ്പം വന്നതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പതർച്ച. ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും എല്ലാം മുഖങ്ങളിൽ വിരിയുന്ന ആ പൂപ്പുഞ്ചിരിക്ക് ഇന്ന് 7 അഴകുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, എല്ലാ വിദ്യാലയങ്ങളിലും പരീക്ഷയൊക്കെ വന്നു കയറി. ഇവിടെയും ഈ കുഞ്ഞു മക്കൾക്ക് ഇനി ഏറെ നാളില്ല. എങ്കിലും ഈ പകലിൻ്റെ ചൂടൊക്കെ സഹിച്ച് ഇത്രയേറെ അമ്മമാരും അപ്പച്ചന്മാരും മറ്റ് പ്രിയപ്പെട്ടവരുമെല്ലാം ഈ കുഞ്ഞുമക്കളുടെ കളികളും വാക്കുകളുമൊക്കെ ആസ്വദിക്കാൻ, കിളികൊഞ്ചലൊക്കെ ആസ്വദിക്കാനായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ സദസ്സിലേക്ക് അഭിമാനത്തിൻ്റെ വർണ്ണ ബലൂണുകൾ ആകാശം മുട്ടി നിൽക്കുകയാണ്. ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച പരിപാടികൾ വളരെ കുറച്ചാണെങ്കിലും നമ്മൾ കണ്ടു, പാട്ടൊക്കെ കേട്ടു. അതൊക്കെ കേൾക്കുമ്പോഴേക്കും നാം ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സുകളിൽ തുടികൊട്ടുന്ന ആ സന്തോഷം, എൻ്റെ കുഞ്ഞ് ഇത്രയും വളർന്നല്ലോ. ഇവിടെ റിപ്പോർട്ട് നമ്മൾ കണ്ടു, ആസ്വദിച്ചു. അതൊരു കലാവിരുന്നു പോലെ നമുക്ക് ഹൃദ്യമായിരുന്നു. കാരണം നമ്മുടെ കുഞ്ഞുമക്കൾ ഈ ഒരു വർഷക്കാലം അവരെ എന്തെല്ലാം ചെയ്തു, ഏതെല്ലാം തരത്തിൽ അവർ വളർന്നു. കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി ചാടി ഓടാൻ തുടങ്ങുന്ന
ആദ്യ ദിനത്തിൽ നിന്ന് കുഞ്ഞ് എത്രമാത്രം മുന്നോട്ട് പോയി എന്ന് നാം കാണുകയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ ഒരു ചെറിയ കഥ പറയാം. ഒരു ഗുരുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു. ചോദിക്കുകയാണ്, ഗുരു, ഒരാളെ ശ്രേഷ്ഠനാക്കുന്ന വലിയവനാക്കുന്ന കാര്യം എന്താണ്? ആരാണ് ഏറ്റവും വലിയവൻ? ഗുരു പറഞ്ഞു, വലിപ്പമാണ് ഒരാളെ മഹാനാക്കുന്നതെങ്കിൽ അത് ആനയാണ്. നമുക്കറിയാം, ഇന്നത്തെ പത്രത്തിലും ഞെട്ടിക്കുന്ന വാർത്ത, ആന ആക്രമിച്ച് 2 സാധുജീവിതങ്ങളെ തകർത്ത് കളഞ്ഞത്. ഉയരമാണ് ഒരാളെ വലിയവനാക്കുന്നതെങ്കിൽ അത് ജിറാഫാണ്. ശക്തിയാണ് അതിൻ്റെ മാനദണ്ഡമെങ്കിൽ അത് കാട്ടുപോത്താണ്. എന്നാൽ ഇതൊന്നുമല്ല. നന്മയാണ് ഒരാളെ വലിയവനാക്കുന്നു എന്ന് നീ വിചാരിക്കുന്നതെങ്കിൽ അത് മനുഷ്യനാണ്. എന്നാൽ എങ്ങനെ ഈ നല്ലവനാകാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് അയാൾ പറയുകയായിരുന്നു, ആ ഗുരു പറയുകയായിരുന്നു, അത് ഒരു വ്യക്തിയെ സംസ്കാര സമ്പന്നനാക്കാൻ കഴിയുന്ന നല്ല ഗുരുവിനെ സമീപിക്കണം, നല്ല വിദ്യാലയങ്ങളെ സമീപിക്കണം. നല്ല ഗുരുക്കന്മാർ ഈ മനുഷ്യ മനസ്സുകളെ കൈകാര്യം ചെയ്യുന്ന നല്ല വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരണം. പ്രിയമുള്ളവരെ, ഇത് കേട്ടപ്പോൾ ആ ചോദ്യകർത്താവിന് തൃപ്തിയായി എന്നാണ് പറയുക. ഞാൻ നിങ്ങളെയെല്ലാം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ മക്കളുടെ നന്മയെ ഉദ്ദേശിച്ച് നിങ്ങൾ ഇപ്രകാരം ഒരു നല്ല വിദ്യാലയം തിരഞ്ഞെടുത്തു. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് തെറ്റിയിട്ടില്ല. ഇന്ന് വരെ വളരെ വർഷക്കാലത്തെ അനുഭവവും പരിചയവും എനിക്കുമുണ്ട് ഈ വിദ്യാലയത്തോട്. ഈ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കായി സ്വന്തം സൗകര്യങ്ങൾ മാറ്റിവെക്കുന്ന അധ്യാപകർ, അവർക്ക് നേതൃത്വം നൽകുന്ന സിസ്റ്റർ റോസ് മാത്യു, അവരെയെല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്ന മാനേജ്മെൻറ്റ്, ഇതാണ് ഇവിടെയുള്ളത്. എത്രമാത്രം കഷ്ടപ്പെട്ടാലും ഈ കുഞ്ഞുങ്ങൾ നല്ലവരായി വളരണം എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ് മാത്യുവിനും മറ്റ് അധ്യാപകർക്കും ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ പിന്നിൽ മറഞ്ഞിരുന്ന് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന സാജോ സർ, നമുക്കറിയാം, സാറ് ഇതുവരെയും ഈ വേദിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എല്ലാ വർഷവും ഈ വിമല KGയുടെ ആനുവൽ ഡേയിൽ സാറിൻ്റെ സംതിങ് സ്പെഷ്യൽ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് ഇതിനെ വലുതാക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന ഈ സുന്ദര സുദിനത്തിൻ്റെ ആഹ്ലാദ തേരിലേറി നാം യാത്ര ചെയ്യുകയാണല്ലോ. സാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാനൊന്നും ഞാനില്ല, എങ്കിലും 1-2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഇന്നത്തെ ശ്രോതാക്കൾ ഈ മാതാപിതാക്കളാണല്ലോ. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളുടെ കൈകളിലെ നിക്ഷേപമാകുന്നു എന്ന് പറഞ്ഞ ഒരു പുണ്യ ശ്ലോകനുണ്ട്. ഞങ്ങളുടെയൊക്കെ ഫൗണ്ടർ വിശുദ്ധ ചാവറപ്പിതാവ്. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളുടെ കൈകളിലെ നിക്ഷേപമാകുന്നു. വീണ്ടും മാതാപിതാക്കളോട് പറയുകയാണ്, മക്കളെ വളർത്തുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമായി നിങ്ങൾ സ്വീകരിക്കണം. അതായത് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കോട്ടവും സംഭവിക്കരുത്, പുഴുക്കുത്തേൽക്കരുത്, വളർച്ച മുരടിക്കരുത്. ഈ ലക്ഷ്യത്തോടെയാണ് നാം മുന്നേറുന്നത്. നമുക്കറിയാം, ഈ ആദ്യത്തെ അധ്യാപകർ മാതാപിതാക്കളാണെന്ന് സാർ സൂചിപ്പിച്ചു. ഈ ഗാർഹിക വിദ്യാലയത്തിൻ്റെ തുടർച്ചയായ ഔപചാരിക വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നവരാണ് ഈ കിൻഡർ ഗാർട്ടനിലെ അധ്യാപകർ എന്ന് നാം സമ്മതിച്ചേ മതിയാകൂ. ഗാർഹിക വിദ്യാലയത്തിൻ്റെ തുടർച്ചയായ ഔപചാരിക വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നവരാണിവർ. ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞ ഒരു അധ്യാപനമാണ് ഈ കുഞ്ഞുമക്കളുടേതെന്ന് നമുക്കറിയാം. ഒരു കുഞ്ഞിനെ പോലും വളർത്താനും അവരെ ചൊൽപ്പടിക്ക് നിർത്താനും നമ്മൾ കഷ്ടപ്പെടുന്നു. എത്രയോ കഥകൾ പറയാനുണ്ട്, ഒന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ
നമുക്കറിയാം പ്രിയമുള്ളവരെ, ഇവിടുത്തെ അധ്യാപകരുടെ ഈ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നാമും കൂടി, പ്രത്യേകിച്ച് മാതാപിതാക്കൾ കൂടി കൈ കോർത്താലാണ് ഇവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കാവുകയുള്ളൂ. കുഞ്ഞുങ്ങൾ നിങ്ങളിലൂടെ വന്നു, എന്നാൽ അവർ നിങ്ങളുടേതല്ല. അവരെ പോലെയാകാം, എന്നാൽ അവരെ നിങ്ങളെപ്പോലെ ആക്കരുത് എന്ന ഗുരു നിത്യചൈതന്യ യതിയുടെ വാക്കുകൾ ഞാൻ ഓർത്തു പോവുകയാണ്. കുഞ്ഞുങ്ങൾ നിങ്ങളിലൂടെ വന്നു, എന്നാൽ അവർ നിങ്ങളുടേതല്ല. ഇപ്പോൾ സാർ സൂചിപ്പിച്ചില്ലേ, എത്ര വർഷം നിങ്ങളുടെ കൂടെ അവരുണ്ടാകും? ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പിടിവിട്ട് അവർ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമുക്ക് അവരെ അനുഗമിക്കാനാകുമോ? അപ്പോൾ എന്ത് ചെയ്യണം? നാം അവർക്കൊരു നല്ല വ്യക്തിത്വത്തിന് രൂപം കൊടുക്കണം. ഇതാണ് CMCയുടെ ലക്ഷ്യം. ഇവരുടെ ഒരു സമഗ്ര വികാസം, അവിടെ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. യേശുനാഥൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ പോലെ ആകാൻ. എന്താ കുഞ്ഞുങ്ങളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കുഞ്ഞായിട്ടിരിക്കാൻ പറ്റുമോ? അതെ, അതിൽ ഈ വാക്കുകളുടെ തുടർച്ചയുണ്ട്. അതായത് ആ നിഷ്കളങ്ക ഭാവം അത് നാം സ്വന്തമാക്കണം. ഉള്ളതുപോലെ പറയാനാകുന്ന ഒരു വ്യക്തിക്ക് ഈ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനാവുകയുള്ളൂ. ശരീരവും ബുദ്ധിയും മനസ്സും ആത്മാവും ഒരേ സമയം വളരണം, ഇല്ലെങ്കിൽ വളർച്ച മുരടിക്കും. അതിന് നാം ശ്രദ്ധിക്കുന്നുണ്ടോ? അതോ ബുദ്ധി മാത്രം വികസിക്കാൻ കുറേ മനഃപ്പാഠം പഠിച്ച് മാർക്ക് വാങ്ങി നാം ഉദ്ദേശിക്കുന്ന കോഴ്സിലേക്ക് കുഞ്ഞിനെ പ്രവേശിപ്പിക്കാൻ ഇത് മാത്രമാണോ ശ്രദ്ധിക്കുക എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സ്വഭാവഗുണമാണ്. സ്വഭാവഗുണം പ്രദാനം ചെയ്യാത്ത വിദ്യാഭ്യാസ പദ്ധതി അപകടകരമാണ്, ആപൽക്കരമാണ്, ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞത് ഞാനല്ല കേട്ടോ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ആരുടെ ഓർമ്മയ്ക്കാണോ നമ്മൾ അധ്യാപക ദിനം ആചരിക്കുക, ആ വ്യക്തി പറഞ്ഞതാ. അപ്രകാരം തന്നെ എല്ലാ അറിവിൻ്റെയും അവസാന ലക്ഷ്യം സ്വഭാവ രൂപീകരണമാണ് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഓർത്തു നോക്കണം, അനേകം ഡിഗ്രികൾ നേടിയിട്ടും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും ജീവിക്കാനറിയാത്ത, ഈ ലോകത്തിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്ത എത്രയോ വ്യക്തികളാണ് അനുദിനം മാധ്യമങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. അവരുടെയൊക്കെ ജീവിതം കണ്ട് നാമൊക്കെ ഞെട്ടിത്തെറിക്കാറില്ലേ? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? അത് കിട്ടാനുള്ള അവസരമില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ പ്രിയമുള്ളവരെ, സ്വഭാവ രൂപീകരണത്തിന് നാം വലിയ പ്രാധാന്യം കൊടുത്തേ മതിയാകൂ. അതിന് നാമൊക്കെ റോൾ മോഡലാകണം. വീട്ടിൽ അച്ഛനും അമ്മയും റോൾ മോഡലാകണം. വിദ്യാലയത്തിൽ വന്നാൽ അധ്യാപകരും പ്രധാനാധ്യാപകരും മാനേജ്മെൻറ്റുമെല്ലാം അവരുടെ റോൾ മോഡലാകണം. അവരെ കണ്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനാകണം. എ ഗുഡ് സ്കൂൾ പ്രൊവൈഡ്സ് ഗുഡ് എഡ്യൂക്കേഷൻ, ബട്ട് എ കാത്തലിക് സ്കൂൾ മേക്സ് ദം സെയിൻസ്. സെയിൻസ് എന്ന് പറഞ്ഞാൽ രൂപക്കൂടൊക്കെ പണിത് കയറ്റിയിരുത്തണം എന്നല്ല, ഞാൻ ഈ പറഞ്ഞ ആശയം തന്നെയാണ്. പോപ്പ് ബെനഡിക്റ്റ് 16 ഈ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. എ ഗുഡ് സ്കൂൾ പ്രൊവൈഡ്സ് ഗുഡ് എഡ്യൂക്കേഷൻ, എ കാത്തലിക് സ്കൂൾ മേക്സ് ദം സെയിൻസ്. ആരെയും മാമോദീസ മുഖ്യ ക്രിസ്ത്യാനികളാക്കുവാനല്ല, അവരവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവവിശ്വാസമുള്ളവരായി ദൈവഭയമുള്ളവരായി ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുകയല്ല, കുഞ്ഞിന് ആവശ്യമുള്ളത് കൊടുത്തു നോക്കൂ. ഇഷ്ടമുള്ളത് കൊടുത്ത് അവരെ അവരുടെ ഇഷ്ടം പോലെ ആക്കി തീർക്കാതെ കുഞ്ഞിന് ആവശ്യമുള്ളത് മാത്രം കൊടുത്ത് നമുക്ക് വളർത്താം. ഈ KG സെക്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങണം നമ്മുടെ മാസ്റ്റർ പ്ലാൻ, കണക്കുകൂട്ടലുകൾ. അത് പിഴയ്ക്കാതിരിക്കാൻ, അതിൽ വളർച്ചയിൽ പുഴുക്കുത്തേൽക്കാതിരിക്കാൻ, വളർച്ച മുരടിക്കാതിരിക്കാൻ ഈ മാസ്റ്റർ പ്ലാൻ നേരത്തെ നമുക്ക് തയ്യാറാക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ, ഗുരുത്വമുള്ളവരായി അവർ വളരട്ടെ. അല്ലെങ്കിൽ അവർ നമ്മളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാത്ത കാലം വരും. അവരെയൊക്കെ അവഗണിച്ച്
ഈ ലോകത്തിൻ്റെ വിരിമാറിലേക്ക് ചാടിയിറങ്ങി സ്വയം നശിക്കുന്നവരായി മാറിപ്പോകാം. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം കടന്നു വരുന്നിടത്തൊക്കെ ഒരുപാട് മക്കൾ ഓടിക്കൂടും. അങ്ങനെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. മിടുക്കരെ സെലക്ട് ചെയ്താട്ടോ അധ്യാപകർ കൊണ്ടുവന്നിരിക്കുന്നത്. മാതാപിതാക്കളുമുണ്ട്, അധ്യാപകരുമുണ്ട്. അപ്പോൾ ഒരു മിടുക്കൻ ചോദിച്ചു, സർ, ഒരുപാട് പ്രശ്നങ്ങൾ നാം കാണുന്നുണ്ടല്ലോ ഈ ലോകത്തിൽ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? അപ്പോൾ ഈ കലാം ചോദിച്ചു അതിൻ്റെ പിന്നിലുള്ളവരോട്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? പേരൻസിന് പറയാനുണ്ടോ? അധ്യാപകർക്ക് പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആദ്യം അച്ഛൻ നന്നാകണം, പിന്നെ അമ്മ നന്നാകണം, പിന്നെ അധ്യാപകർ നന്നാകണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നന്നാകും, ഈ ലോകം നന്നാകും. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. വഴിവിട്ടു പോകുന്ന സ്നേഹബന്ധങ്ങൾ, അകാലത്തിലെ അമ്മമാരാകുന്ന വിദ്യാർത്ഥിനികൾ, സെക്സ് റാക്കറ്റിൽപ്പെട്ട് വഴിമുട്ടി നിൽക്കുന്ന കൗമാരങ്ങൾ, മയക്കുമരുന്നിൻ്റെ അതിപ്രസരത്തിൽ താളം തെറ്റുന്ന യുവ മനസ്സുകൾ, മാധ്യമങ്ങളുടെ ദുരുപയോഗത്താൽ ദിശാബോധം നഷ്ടപ്പെടുന്ന ഇളം തലമുറ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ കൂട്ടത്തിലേക്ക് എൻ്റെ കുഞ്ഞ് ഈ വിമല സ്കൂളിൻ്റെ, ഈ വിമല കിൻഡർ ഗാർട്ടൻ്റെ പ്രോഡക്ട്സ് ഒരിക്കലും എത്തപ്പെടല്ലേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. മക്കളെ, തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും അവരെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ തെറ്റിലേക്ക് കടന്നു പോകുമ്പോൾ ഒരിക്കലും അവരെ അതിൽ പിന്തിരിപ്പിക്കാൻ ഞാൻ എപ്പോഴും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഖദുഃഖങ്ങൾ ഇടകലർന്നേ ജീവിതത്തിൻ്റെ നൈരന്തര്യം സാധ്യമാകൂ എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. കഠിനാധ്വാനത്തിൻ്റെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കാം. എളിമയുള്ളവരാകാൻ അവരെ പഠിപ്പിക്കാം. നോ പറയേണ്ടിടത്ത് നോ പറയാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. അങ്ങനെ കുഞ്ഞുങ്ങൾ വളരട്ടെ. ഇനിയും കുഞ്ഞുങ്ങൾക്ക് അക്ഷയഖനി തുറന്നു കൊടുത്തു, അറിവിൻ്റെ അക്ഷയഖനി തുറന്നു കൊടുത്തുകൊണ്ട് ഈ കലാലയം നൂറ്റാണ്ടുകൾ നിലനിൽക്കട്ടെ. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവിടെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ആയിരത്താണ്ടുകൾ നിലനിൽക്കട്ടെ. ഈ കുരുന്നുകൾ ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഈ നാടിനെയും രാഷ്ട്രത്തെയും അലങ്കരിക്കുന്നവരാകട്ടെ, പ്രഭ ചൊരിയുന്നവരാകട്ടെ. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടും ഇന്ന് ഈ ദിനത്തിൻ്റെ ഈ വാർഷിക ദിനാഘോഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, dear sister Glory. വിമല കിൻഡർഗാർട്ടനിലെ ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരി ക്രിസ്റ്റ മരിയ സെബു ഇവിടെ റെഡിയാണ്. Let us give attention to our cute Krista. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കഥ പറയട്ടെ. കഥ പോലെ രസം കേൾക്കണം കേട്ടോ. വീട്ടിൽ പപ്പേൻ്റെയും മമ്മേൻ്റെയും കൂത്തിരി നടന്ന ദിവസം അവർ ഞാൻ കേട്ടു. എന്താണെന്നറിയാവോ, എന്നെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. വലിയ ബായും പഠിക്കാനുള്ള പുസ്തകമൊക്കെ ഉണ്ട്. കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഒരു ദിവസം ഞാനും പപ്പയും മമ്മൂടെ സ്കൂളിൽ വന്നപ്പോഴല്ല കാര്യം മനസ്സിലായത്. എൻ്റെ വിമല സ്കൂൾ സൂപ്പറാണ്. കളിക്കാനും ചിരിക്കാനും ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ പാർക്കും ചീവിയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അഡ്മിഷന് ശേഷം പിന്നെ സ്കൂളിൽ എത്താനുള്ള കാത്തിരിപ്പാണ്. സ്കൂൾ തുറന്ന ദിവസം രാവിലെ പപ്പേൻ്റെയും അമ്മേൻ്റെയും ഒഴിഞ്ഞു. അവിടെ വന്നപ്പോഴാണല്ലോ എന്നെപ്പോലെ ഒത്തിരി കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട റോസ്മാറ്റി സിസ്റ്ററും ക്ലാസ്സുകളിൽ ഞങ്ങളുടെ ടീച്ചർമാരും ഒക്കെ ഉണ്ടായിരുന്നു. പപ്പയും മമ്മി എന്നെ വിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയപ്പോൾ നല്ല സങ്കടം വന്നു. ഞാൻ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ കഴിച്ചും ചിരിയും എല്ലാവരും ക്യാമറയെ പരത്തി. കളിയും ചിരിയും കഴിച്ചതുമായി അന്നത്തെ ദിവസം കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം മുതൽ ഞാൻ കൂട്ടുകാരായി. ഞങ്ങളുടെ ടീച്ചർമാർ ഞങ്ങൾക്ക് അമ്മമാരായി. ഞങ്ങളുടെ നടക്കാൻ, പഠിപ്പിക്കാൻ, കളിപ്പിക്കാൻ എല്ലാം ടീച്ചർമാർ പഠിപ്പിച്ചു. വായിക്കാൻ, എഴുതാൻ, വായിക്കാൻ
കൂത്തുടാൻ, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ എല്ലാം നല്ല ടീച്ചർമാർ പഠിപ്പിച്ചു. ഓണത്തിനാൾ മാവേലിമാരായി, ക്രിസ്മസിനാൾ പാപ്പന്മാരായി, ആർട്സ് ഡേക്ക് ആൾ കലാകാരന്മാരായി, സ്പോർട്സ് ഡേക്ക് ആൾ താരതാനായി, എക്സാമിനാൾ ടോപ്പേഴ്സായി. വിമല കിൻഡർഗാർട്ടൻ എനിക്ക് എൻ്റെ വീട് പോയാണ് ഇപ്പോൾ. കളിക്കാൻ കൂട്ടുകാരും, വായി നടപ്പിക്കാൻ റോസ്മത്തെ സിസ്റ്ററും, സ്നേഹിക്കാൻ ടീച്ചർമാരും, സഹായിക്കാൻ ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. വിമല എൻ്റെ സ്വന്തമാണ്. ഞാൻ വിമലേൻ്റെ സ്വന്തമാണ്. വിമല വീണ്ടും വീണ്ടും ഉയരത്തെത്തട്ടെ. ജയ് വിമല. താങ്ക് യു. Our future friend, Reverend Father Thomas Vilangaparai, Ikkana Mother Church Todwara, is here with us today. It is my privilege to invite Reverend Father for the fifth session. Father, please. സ്നേഹബഹുമാനപ്പെട്ട ഐസൻ സാർ, വിമല സ്കൂളിന് നേതൃത്വം കൊടുക്കുന്ന CMC കോൺഗ്രിഗേഷനിലെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മളിന്ന് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഹോളിൽ ആയിരിക്കുന്നത്. ബൈബിളിലുള്ള ഒരു തിരുവചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സന്ദേശത്തിലോട്ട് കടക്കുകയാണ്. വേറൊന്നുമല്ല, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാനായിട്ട് അവരെ അനുവദിക്കുമെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 14-ാം തിരുവചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അച്ഛൻ സുവിശേഷ പ്രഘോഷണം നടത്താൻ പോവുകയാണെന്ന്. വേറെ ഒന്നുമല്ല, ഇന്നലെ ഞാൻ പഠിച്ചിറങ്ങിയ എൻ്റെ കലാലയത്തിൽ LP സ്കൂളിൽ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോഴങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ നല്ലൊരു അനുഭവം ഉണ്ടായി. പഠിപ്പിച്ച ഏതാനും അധ്യാപകർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സന്തോഷത്തോടുകൂടി അവർ ഇന്നലെ സ്വീകരിച്ചു. അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു അധ്യാപിക നോക്കിയിട്ട് പറഞ്ഞു, തോമസേ, ആ മതിൽ നീ ഓർക്കുന്നുണ്ടോ? വേറൊന്നുമല്ല, ആ മതിലിൻ്റെ മുകളിൽ നിന്ന് ആദ്യം എടുത്ത് ചാടിയപ്പോഴാണ് ആദ്യത്തെ അടി വീണത്. അപ്പോഴങ്ങനെ ഒത്തിരിയേറെ നല്ല ഓർമ്മകളും കളിയും ചിരിയുമായിട്ട് കടന്നു വന്ന പഴയകാല ഓർമ്മകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ടീച്ചർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇന്ന് നമ്മുടെ ഈ കുഞ്ഞുമക്കളുടെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുവാനും അത് ആസ്വദിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ ഏത് രീതിയിലാണ് ഡാൻസ് കളിക്കുന്നത്, പാട്ട് പാടുന്നത്, ഓരോ കലാകാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ ആനുവൽ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമായി. കാരണം എത്രയോ കളർഫുള്ളായിട്ടാണ് പിള്ളേർ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ വർഷത്തെ പരിപാടികൾ എത്ര മനോഹരമായിട്ടാണ് പ്രോസ്മാദിസിൻ്റെ നേതൃത്വത്തിൽ നടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഒരു അനുഭവത്തിലോട്ട് കടന്നു പോവുകയാണ്. ഞാൻ സാധാരണ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വീട്ടിൽ ചെല്ലാറുണ്ട്. നമുക്കറിയാവുന്നതുപോലെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും കുഞ്ഞുമക്കളുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് സാധാരണ പോലെ ഇവർ ഭിത്തിയിൽ എഴുതും, മാന്തും, ജനലേക്കൂടെ പിടിച്ചു കയറും. ഇതെല്ലാം നമ്മൾ കാണുന്ന കലാപരിപാടികളാണ്. അപ്പോഴിങ്ങനെ ചേട്ടന് കുഞ്ഞുവാവയുണ്ടായി. അപ്പോൾ ആദ്യമൊക്കെ നമുക്കറിയാവുന്ന പോലെ കയ്യിലെടുത്ത് പിടിക്കുന്നു, പിന്നെ പതുക്കെ എഴുന്നേറ്റ് നടക്കുന്നു. പക്ഷേ ഇങ്ങനെ ഓരോ ആഴ്ചകൾ അല്ലെങ്കിൽ വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മുറിയിലെ സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞാൻ ഓർത്തിന് ചേട്ടനെല്ലാം മുറിയെല്ലാം ഷിഫ്റ്റ് ചെയ്യുവാണ്. വരുമ്പോഴത്തേക്കും കസേര മാത്രമാകുന്നു, ബെഞ്ച് മാത്രമാകുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇത് സാധനങ്ങളൊക്കെ എവിടെ പോയി? അപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചോ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. പിന്നെയാണ് മനസ്സിലായത്, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഈ കുഞ്ഞു മക്കൾ ഓരോ സാധനങ്ങൾ എടുക്കുന്നതും അത് വലിച്ചിടുന്നതും അതെല്ലാം കണ്ടുകൊണ്ട് അമ്മമാർ അതെല്ലാം കൂടെ എടുത്ത് ഒരു മുറിയിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയെക്കുറിച്ച് നോക്കുമ്പോൾ അവർ നൽകുന്നൊരു പോസിറ്റീവ് എനർജിയുണ്ട്. കാരണം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ എന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും ആ മക്കൾ നമ്മുടെ ചാരയുള്ളപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. പിന്നീട് ഞാൻ ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിലോട്ട് ഈ കുഞ്ഞുമക്കൾ ഏതാനും ദിവസങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു രസവും ഇല്ല.
കാരണം നമുക്ക് ഒരാൾ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത പോലെ ഒരു പ്രതീതിയാണ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും. പക്ഷേ ഈ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർ നൽകുന്ന ഒരു സന്തോഷവും അല്ലെങ്കിൽ അവർ നൽകുന്ന ഒരു സ്നേഹവും ലാളിത്യവും കളിയും ചിരിയുമായിട്ട് അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മളിന്ന് വിമല കിൻഡർ ഗാർഡനിൽ നമ്മളിന്ന് ആനുവൽ ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു മക്കൾ ഒന്നിച്ചേർന്ന് അവരാഘോഷിക്കുമ്പോൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കളെയും കൊണ്ട് കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും അത് ആസ്വദിക്കുവാനൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. നമ്മളേറ്റവും നന്നായിട്ട് മുന്നോട്ട് നമ്മുടെ മക്കളെ വളർത്തുവാനും അവരെ ഈശ്വരവിശ്വാസത്തിലും അതുപോലെ തന്നെ സമൂഹത്തിനും കുടുംബത്തിനും അഭിമാനമായിട്ട് തീരുന്ന മക്കളായിട്ട് വളർന്നു വരുവാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ എല്ലാ മംഗളങ്ങളും, ഈ ദിവസത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. Thank you, dear Father. Our school leader, Master Johan Abraham C. will share his thoughts on Vimala Kindergarten. Let him be your ear. Johan, please. Honorable President of the function, beloved Chief Guest, and all other invitees, loving greeting from Vimala Kindergarten Thoduvara. I am so happy and privileged to stand before you to share my feelings about my school. Vimala Kindergarten, my school, is a place where I learn to live and to love. Our sweet home, Vimala can be compared as the sky, and we the kids as stars in the sky. Today, our school celebrates 28th annual day in 2025. Blooming words of Vimala grow day by day to help of beloved sisters and loving teachers. Teachers are so loving and caring. My friends and me are now more happy and confident. We love and respect our school very much. Made to grow higher and higher by the grace of Almighty God. Wish you all a very good time with us. Enjoy Windows 2025. Jai Vimala Kindergarten. Thank you. Thank you, Johan, for the beautiful narration. Reverend Sister Alice PMC, Principal Vimala Public School Thodupuzha, is the backbone of our school. May I invite Reverend Sister Alice for the felicitation. Sister, please. Respected dignitaries on the dais, Reverend Sir Glory CMC, the President of the function, Chief Guest, Professor Dr. Aisen V. Vanjipurekal, Local Manager, Reverend Mother Devotia CMC, Reverend Father Thomas Vilanguparil, Bigger Vijnanamada Church, School Director, Reverend Sir Visitation, School Headmistress, Reverend Sister Rose Matthew, PTA President Dr. Ajo K. Jose, School Leaders, Master John Abraham Steve and Kumari Krista Maria Sebu, esteemed teaching and non-teaching staff, Reverend Fathers, Sisters, dear parents and my beloved students, a pleasant evening to all. Vimalotsav 2K25. വിമലയിലെ കുരുന്നുകളുടെയും അവരുടെ മാതാപിതാക്കളുടെയും വിമല കുടുംബം മുഴുവൻ്റെയും ഉത്സവ ദിനം. ആദ്യം തന്നെ ഈ ദിനത്തിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേരുകയാണ്. നാം റിപ്പോർട്ടിൽ കണ്ടതുപോലെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വീർത്ത മുഖവുമായി മനസ്സില്ലാ മനസ്സോടെ മാതാപിതാക്കളുടെ കരം പിടിച്ച് ജൂൺ മാസത്തിൽ ആദ്യമായി ഈ അറിവിൻ്റെ അക്ഷരമുറ്റത്തേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങൾ ആകെ മാറിക്കഴിഞ്ഞു. അവർ തങ്ങളുടെ ടാലൻറ്റുകളുടെ മണിച്ചപ്പ് തുറക്കുകയാണിവിടെ. അവ കാണാൻ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ മുൻപിൽ ഒരു നീണ്ട പ്രസംഗത്തിനും മുതിരുകയല്ല. നമ്മുടെ ഓരോ കുഞ്ഞും വളരുകയാണ്.
ഒരു വർഷം മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അവരുടെ ഓർമ്മച്ചെപ്പുകൾ പങ്കുവെച്ചു, ഇവിടെ തുറന്നു വെച്ചു. ഒരുപാട് വളർന്നു. അതെ, ബൗദ്ധികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായും വളരാനുള്ള സാഹചര്യങ്ങളാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളും ഗുരുക്കളും നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പാഠ്യേതര തലങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന തൊടുപുഴയുടെ തിലകക്കുറിയായി വിരാജിക്കുന്ന ഈ വിദ്യാക്ഷേത്രത്തിൽ വിദ്യ നേടുവാൻ ഭാഗ്യം ലഭിച്ചതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. സുരക്ഷിതത്വം, നല്ല ജോലി, ഉയർന്ന ശമ്പളം, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം, നല്ല ചുറ്റുപാടുകൾ, ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഈ കലാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നാൽ ഉത്തമ വിദ്യാഭ്യാസം എന്നത് മൂല്യാധിഷ്ഠിതമാണ് എന്നത് നമുക്ക് മറക്കാതിരിക്കാം. വീടിനും നാടിനും സമൂഹത്തിനും നന്മയുടെ വക്താക്കളാകാൻ കഴിയുന്ന ഉത്തമ പൗരന്മാരായി വളരണം എന്ന ചിന്ത ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളിൽ രൂപപ്പെടണം. അതിന് അനുയോജ്യമായ സാഹചര്യങ്ങളാണ് ഈ വിമല കിൻഡർ ഗാർഡൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വിജ്ഞാനത്തോടൊപ്പം മൂല്യാധിഷ്ഠിത ജീവിതത്തിനുള്ള പരിശീലനവും KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നതിൽ ഈ വിമല പബ്ലിക് സ്കൂളിലെ ഓരോ അധ്യാപകരും ദത്തശ്രദ്ധരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ ഇളം പ്രായത്തിൽ തന്നെ ഓരോ കുട്ടിക്കും അവരവരിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ കണ്ടെത്തി ആവശ്യമായ പരിശീലനവും പ്രോത്സാഹനവും നൽകി വളർത്തിയതിൻ്റെ തെളിവാണ് നാം ഇന്നിവിടെ കണ്ടാസ്വദിക്കാൻ പോകുന്നത്. ഇത് ഏതാനും ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ സാധ്യമാകുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 1 വർഷവും 2 വർഷവും നീണ്ട ടീച്ചേഴ്സിൻ്റെയും മാതാപിതാക്കളുടെയും സംഘാത യജ്ഞത്തിന് ഫലമാണ് ഈ കലാലയത്തിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും സ്വഭാവ രൂപീകരണവും സ്കിൽ ഡെവലപ്മെൻറ്റിനും വേണ്ടി ആയുസ്സും ആരോഗ്യവും സർവ്വ കഴിവുകളിൽ അപേക്ഷ കൂടാതെ വ്യയം ചെയ്യുന്ന ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യുവിനെയും സിസ്റ്റേഴ്സിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ഈ വേളയിൽ ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വിമല കിൻഡർ ഗാർഡനിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമാണ് ഞങ്ങളുടെ ശക്തിയും പ്രചോദനവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എപ്പോഴും വിലപ്പെട്ടതാണ്. തുടർന്നും നിങ്ങളുടെ സഹകരണവും പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നീതിബോധവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിവുള്ള വിവേകവും വിശുദ്ധിയും നിറഞ്ഞ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ കുട്ടികളുടെ ആദ്യ വിദ്യാലയമായ വീടും സ്കൂളും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. വിശ്വത്തോളം വിശാല വീക്ഷണമുള്ള യഥാർത്ഥ പൗരന്മാരായി വ്യാപരിക്കാൻ ഈ വിദ്യാക്ഷേത്രത്തിൽ നിന്നും വിദ്യ നേടി പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വിമലോത്സവ് 2K25 എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. We have a familiar face with us today. Dr. Ajay Tejas, our PTA president. He is a good pulmonologist at Baby Memorial Hospital, Toduvara. May I invite Ajay sir for the felicitation. Sir, please. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, വിദ്യാഭ്യാസം എന്നാൽ കേവലം അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, ആ അറിവിൻ്റെ പരിമിതികളെക്കുറിച്ച് മനസ്സിലാക്കുക കൂടിയാണ്. നമ്മുടെ അറിവിൻ്റെ പരിമിതികൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും വീണ്ടും പഠിക്കുകയും ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുന്നത്. ആധുനിക ലോക സൃഷ്ടിയുടെയും
നൂതന കണ്ടുപിടുത്തങ്ങളുടെയും എല്ലാം കാരണഹേതു ഈ ഒരു മനുഷ്യവാസനയാണ്. നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് വിമല കിൻഡർ ഗാർട്ടൻ ലോകത്തിന് മുമ്പിലേക്ക് നയിക്കുകയാണ്. ഇന്നിവിടെ ഈ 28ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഓരോ വർഷവും ഇന്നൊവേഷൻസ് കൊണ്ടുവരാൻ വിമല ഫാമിലി ശ്രമിക്കുന്നുണ്ട്. അതിലവർ വിജയിക്കുന്നുണ്ടെന്ന് നമുക്ക് തീർച്ചയായും പറയാനും സാധിക്കും. അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെൻറ്റ്, അവരെ സഹായിക്കുന്ന അനധ്യാപകർ എല്ലാവർക്കും ഞങ്ങൾ മാതാപിതാക്കളുടെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ വിമലോത്സവ് 2K25 ഗംഭീരമാക്കാൻ ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, dear Ajosa. Ladies and gentlemen, we are so happy to express our gratitude to a great person, Professor Aisen Vanjipurikal, our chief guest. ചാൻ ഇന്ന് ഒരുപാട് ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും അതെല്ലാം മാറ്റി വച്ച് വിമല കുന്നുകളുടെ ഈ ആഘോഷത്തേക്ക് വന്നതിന് ഒത്തിരി നന്ദി കേട്ടോ. As a token of our love and gratitude, may I invite our headmistress, Sister Rose Matthew, to hand over a memento to Sri Aisen sir. Sir, please. Thank you, sir. It is the time to appreciate our students for the various achievements. May I request Gigi ma'am to conduct prize distribution ceremony. Good evening to all. It's my privilege to conduct the prize distribution to congratulate and appreciate the talents of our little kids. First of all, I would like to welcome Professor Dr. Aisen sir to hand over the prizes to rank holders in DCL Talent Test. DCL Scholarship Award, second rank, Ryan Johnson, LKGC. Cash Award, Johan Abraham Steve, UKGB. May I humbly request Reverend Sister Visitation CMC, the school director, to honor the achievers. Proficiency prizes. LKGA Analia Anu. LKGB Hazel Rose Rofin. LKGC Hazel and Kiran. LKGD Joshua Joseph Chadigadan.
Jennifer Bridges Joji. UKGA Jia Manu. UKGB Johan Abraham Steve. UKGC Agnel Grace Sajo. UKGD Ivana Jojo. UKGE Krista Maria Cebu. Thank you, sister. May I humbly request Reverend Sister Elise, our school principal, to honor the achievees. All-Star Award, LKGA Muhammad Ikhan. LKGB Mikhail Justin. LKGC Ihsan Muhammad. LKGD Ishal Mariam. LKGE Sriniga Sandeep. UKGA Imama Mariam. UKGB Janvi R. UKGC Muhammad Sayan. UKGD Ayan K. Jobi. UKGE Sarah Maria Ebin. School level Deepika coloring competition. First Hazel and Kiran LKGC. First Ivana Jojo UKGD. Second Nehrin Fatima Nisar LKGE. Elsita Memorial Scholarship Diya Dibu UKGC. Thank you, sister. May I humbly request
Father Thomas Vilangamaril, our Vicar, Vijnana Mother Church, Toduvada East, to honor the achievers. Merit coloring competition. Pre-KG, Ishan Dev Anuraj. LKG A, Aradhya MR. LKG B, Daritri R. Lal. LKG C, Leo John Albin. LKG D, Niranjana Ranjit. LKG E, Martha and Shelley. UKG A, Hissa Mariam. UKG B, Johan Abraham Steve. UKG C, Adi Jopachan. UKG D, Abel Maria Bibin. UKG E, Johanna Gerald. Vimala Kindergarten received a Topper School Award in Merit International Coloring. And now may I request our beloved Sister Glory CMC, Education Counselor, Pavanalma Province Kodamangalam, to hand over the school award. May I invite Reverend Sister Rose Matthew, our beloved headmistress, to receive the award. Thank you, Glory Sister. Thank you, beloved guests, for honoring the achievers. Congratulations to all. Thank you. Thank you, Gigi ma'am. May I invite DC ma'am, Staff Secretary, to deliver the vote of thanks. Good evening to all. Gratitude is the fairest blossom which springs from the soul. I stand before you with a heartfelt gratitude as we come to the end of the official function. On behalf of Vimala Kindergarten and the entire fraternity of the institution, I extend our sincerest appreciation to all those who have contributed to the success of this ceremony. First of all, I extend my most sincere thanks to the Almighty God
for making today's event a resounding success. With his blessings and grace, we were able to make this event for what it is. First and foremost, I would like to express our deepest gratitude to Reverend Sister Glory CMC, our Education Counselor, Pavanatma Province, Kodamangalam, the president of today's function. Thank you very much, Sister, for sparing some time from your busy schedule to grace us on this occasion and for the inspiring words and invaluable insights. A heartfelt gratitude to our chief guest, Professor Dr. Aisen V. Vanchipurakal, Principal KE College, Mananam. Thank you, sir, for your valuable time with us and for gracing us with your presence and sharing your knowledge and expertise. Our sincere gratitude to Reverend Father Thomas Vilanguparayil, Vigar Vijnanamada Church, Todupuzha, the guest of honor. Thank you, Father, for being with us this evening and your inspiring words. A heartfelt thank you to Reverend Sister Devotia CMC, our local manager, for your precious time, words and support. I am so happy to thank Reverend Sister Visitation CMC, our school director, for your valuable appreciation. I would like to thank Reverend Sister L.I. CMC, our school principal, for your valuable guidance and appreciation. I would like to thank our PTA President, Dr. Ajoke Jose, for your generous support and selfless service. Our heartfelt gratitude to Reverend Sister Rose Matthew CMC, our beloved headmistress, who always guides us and leads us to the success of every activities. Thank you very much, Sister, for your hard work and dedication. A word of gratitude to Master Johan Abraham Steve and Kumari Krista Maria Sebu, our school leaders, for your hard work and dedication. I would like to thank all the sisters in our convent, all the fathers and sisters from our neighboring communities and our neighboring residents for their support. I would like to thank Reverend Sister Elizabeth, Vice Principal, Reverend Sister Jessina, LP Headmistress, and all the staff of our LP and high school section. I would like to extend a special thanks to all the volunteers and staff members who have worked tirelessly behind the scenes to ensure the smooth execution. Thank you for your dedication and hard work. I would also like to thank the people who worked behind the scenes to make this event happen, our technical arrangement team, stage setting team, lighting arrangement team, all the media and housekeeping staffs. An event like this cannot happen overnight. The wheels started rolling weeks ago. It requires planning and an eagle eye for detail. We have been fortunate enough to be backed up by a team of very proactive and dedicated staff of our Vimala Kindergarten who were well-versed in their roles and responsibilities. They played a crucial role in the success of this event, demonstrating their dedication to the event and their unwavering commitment to providing a memorable experience for everyone involved. A special mention to our respected Ladies and gentlemen, a special mention to our respected headmistress for being the catalyst that stimulated us to do our best and standing as pillars of strength. With a deep sense of appreciation, we thank our loving teachers for their untiring efforts. Our sincere gratitude goes to all parents and well-wishers for your rock-solid support system and encouragement. Without your support, children would not have been able to achieve excellence. Thank you so much for attending this event. Lastly, I would like to express my gratitude to our budding rock stars who will be performing at today's event. Your days of hard work were evident in your acts. All those present will undoubtedly enjoy and value this special event. Wish you all a very good time with us. Enjoy We Will Also 2K25. Thank you very much. Thank you, ma'am. Here comes the end of the formal function. Let's all stand up for the Vimala anthem.
പറയുന്ന പേര് ആരും പകലട്ടോ. പോയാൽ ഞങ്ങൾക്ക് സങ്കടമാവും. ഓക്കെ, താങ്ക് യു ഓൾ. Stay tuned.